ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ വീഡിയോ ആണ്, അതായത് ഡിഫറെൻറ്റ് വീഡിയോയും കൂടിയാണ്. എന്ന് ചെയ്യാന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ എല്ലാവരുടെയും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാ ഫീഡിലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കണം നിഹാൽക്കിൻ്റെയും ചിറാപ്പുഞ്ചി വീഡിയോ കുറച്ച് ഫേമസ് ആണ്. നിഹാലിൻ്റെ ഈ ഒരു വീഡിയോ കുറച്ചുകൂടി ഒരു നല്ല കളർ ഗ്രേഡിങ് ചേർത്തിട്ടുള്ള വീഡിയോ ആണ്. ഈ ടൈപ്പ് വീഡിയോ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം, അതായത് കളർ ഗ്രേഡിങ്ങും പിന്നെ സ്ലോ മോഷനും പിന്നെ എങ്ങനെ ഷൂട്ട് ചെയ്യാന്നും കൂടി ഞാൻ ഇന്ന് പറയുന്നുണ്ട്. ഇത് ഞാനൊരു ഗിംബൽ വെച്ചാണ് ഇത് വീഡിയോ എടുക്കാൻ പോണത്. ക്യാപ്കട്ട് വെച്ചാണ് എഡിറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ എങ്ങനെ വീഡിയോ എടുക്കാം, എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഗിംബലാണ് വെച്ചത്. അപ്പോൾ നമുക്കിനി വീഡിയോ ഷൂട്ടിങ് തുടങ്ങാം. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എടുത്ത വീഡിയോസൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് റോ ഫുട്ടേജസ് കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഞാൻ എടുത്ത വീഡിയോസ്. ഇതൊക്കെ ക്യാപ്കട്ടിൽ ഇട്ടിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് VPN ഓൺ ആക്കാം. ഓക്കെ, VPN ഓൺ ആയിട്ടുണ്ട്. ഇനി ക്യാപ്കട്ട് ഓപ്പൺ ആക്കാം. എൻ്റെ ട്രിക്സ് നിങ്ങൾ കണ്ടില്ലെങ്കിൽ, എങ്ങനെ പ്രോ കിട്ടാന്നുള്ള ട്രിക്സ് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ എങ്ങനെ പ്രോ കിട്ടാന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട് അതിൽ. ഒക്കെ പ്രോ കിട്ടിയിട്ടുണ്ട് എനിക്ക്. ട്രിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് പോയി കാണുക. എന്നിട്ട് ന്യൂ പ്രൊജക്റ്റ് അമർത്തിയിട്ട് എൻ്റെ വീഡിയോസൊക്കെ ആഡ് ചെയ്യട്ടെ. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ 2 വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള ടൈപ്പ് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ മുഴുവനായിട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് പാട്ടിനനുസരിച്ച് തരാത്ത മാത്രം. ഞാനിപ്പോൾ ഇവിടെ പാട്ട് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ 2 ഉപയോഗിച്ചത്. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടി. നിങ്ങൾക്ക് പാട്ടിന് ചേരുന്ന ക്ലിപ്പ് മാത്രം എടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ക്ലിപ്പാണ് എടുത്തത്. ഞാനിവിടെ റൊട്ടേഷൻ തുടങ്ങുന്നിടത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടം വരെയൊക്കെ മതി എനിക്ക്. എന്നിട്ട് ഞാനൊരു 5 ഇട്ടിട്ട് സ്ലോ മോഷൻ ആക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി ഇതാണ് വേണ്ടത്. ഇത് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോയിട്ട് ഇവിടെ സ്റ്റോപ്പ് ആക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇതും ഒരു 5. ഓക്കെ, ഇപ്പോൾ സെറ്റായി. ഇവിടെ നമുക്ക് കാണുമ്പോൾ ഡിഫറൻസ് തോന്നാതിരിക്കാൻ വേണ്ടി ബ്ലർ എന്നുള്ളൊരു ഇതും കൂടി ചേർക്കാം. ഓക്കെ, ഇനി ഇത് നമുക്ക് നിഹാലിൻ്റെ ആ വീഡിയോയിൽ കണ്ട അതിലുള്ള കളർ ഗ്രേഡിങ് ചെയ്യണം അല്ലേ. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ കളർ ഗ്രേഡിങ്ങിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്പൺ ആക്കുക. എന്നിട്ട് നമുക്ക് ആദ്യം ബ്രൈറ്റ്നെസ് കോൺട്രാസ്റ്റൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ കളിച്ചിട്ട് നമുക്ക് പറ്റുന്ന ഒരു രീതിക്ക് ആക്കുക. ഓക്കെ, ഞാൻ ഈ ബ്രൈറ്റ്നെസ് -5ഉം കോൺട്രാസ്റ്റ് +5 ആണ് ചേർത്തത്. സാച്ചുറേഷന് ഒരു 3 ഇട്ടിട്ടുണ്ട്. ഷാർപ്പ്നെസ് ഒരു 10 എടുക്കാം. ഓക്കെ, ഇനിയാണ് നമുക്ക് ഇതിൽ പരിപാടി മെയിനായിട്ട് HSL എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓപ്പൺ ആക്കാം. എന്നിട്ട് ഇതിലാണ് ഗ്രീന്, ഈ ഗ്രീന് യെല്ലോ ഷെയ്ഡിലോട്ട് ഇങ്ങനെ കുറച്ച് കൊണ്ടുപോകാം. ഒരു -20. എന്നിട്ട് ലൈറ്റ്നെസ് കുറച്ചിടാം. നമ്മളൊരു -60 എടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞ എടുക്കുക. ഇത് ഒരു 30 ഇട്ടാൽ മതി. ലൈറ്റ്നെസ് നിങ്ങൾക്ക് അതിനനുസരിച്ചെല്ലാം മാറ്റി കളിക്കാം. ലൈറ്റ്നെസ് ഞാനൊരു -15 എടുക്കാം. ഓക്കെ, ഇനി ഈ ഗ്രാഫിലാണ് കളി. ഗ്രാഫിൽ നിങ്ങൾക്ക് വൈറ്റ് നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങളെ വീഡിയോക്ക് അനുസരിച്ച് വെക്കുക. ഇനി ഗ്രീനാണ്, ഗ്രീനും നിങ്ങളെ വീഡിയോക്ക് അനുസരിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വിഗ്നെറ്റ് ആഡ് ചെയ്യാം. കുറച്ചൊക്കെ ഒരു 10 ആഡ് ചെയ്തിട്ടിട്ട് ഇനി തന്നെ നമുക്ക് ഈ ഒരു ക്ലിപ്പിലോട്ട് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഡിഫറൻസ്. ഇതാണ് കളർ ഗ്രേഡിങ് ചെയ്തത്, ഇത് കളർ ഗ്രേഡിങ് ചെയ്യാത്തത്. ഓക്കെ, നമുക്ക് നിഹാൽ ഹമീദിൻ്റെ
ഏകദേശം ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കളർ ഗ്രേഡിങ് ചെയ്യാത്തത്, ഇത് കളർ ഗ്രേഡിങ് ചെയ്തത്. ഓക്കെ, ഏകദേശം നിഹാൽക്കൻ്റെ അതേ ഒരു കളർ ഗ്രേഡിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓല് ചെയ്ത് കുറച്ച് ലോഡ്സ് ഓഫ് ഡിഫറൻസ് കാണാം, കാരണം പ്രീമിയർ പ്രോയിലാണ് ഓല് ചെയ്തത്. നമ്മളിപ്പോൾ സാധാ ക്യാപ് കട്ടിലാണ് ചെയ്തെടുത്തത്, അതുകൊണ്ട് തന്നെ കുറച്ച് കുറവൊക്കെ കാണും. പക്ഷേ ഏകദേശം ഈ ഒരു ലുക്കാണ് നമ്മൾ റീലൊക്കെ കണ്ടത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ട്രിപ്പായിട്ട് നമുക്ക് മോശം കളറൊക്കെ കൂട്ടി കൊടുക്കാം, ഇതിലോട്ട് കൂട്ടി കൊടുക്കാം. നമുക്ക് ഇപ്പോൾ തന്നെ സിനിമാറ്റിക് ലുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇത് നിങ്ങൾക്ക് എക്സ്ട്രാ ടിപ്പായിട്ട് ഞാനൊരു സംഭവം കാണിച്ചു തരാം. ഈ ഒരു എഫക്റ്റ് ഉണ്ടോ നിങ്ങൾ, കളർലെസ് ഫ്ലാഷ് എന്ന് പറഞ്ഞിട്ട്, അത് ഫസ്റ്റ് നിങ്ങൾ ക്ലിപ്പിലോട്ട് ആഡ് ചെയ്യുക. ഓക്കെ, നിങ്ങളിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോ മതിയായിരിക്കും. ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് പോയിട്ട് ഇതിന് അറ്റ്മോസ്ഫിയർ കൂട്ടിയിടുക, എന്നിട്ട് സ്പീഡ് കുറച്ചിടുക, ഗ്ലോ കുറച്ചിടുക, കളർ 50 ഇടുക. ഓക്കെ, എന്നിട്ട് റേഞ്ച് ഒരു 25-26 മതി. കണ്ടോ, നിങ്ങൾക്കിപ്പോൾ നോർമൽ ക്ലിപ്പിലൊന്നും ഉണ്ടാവില്ല, പക്ഷേ സ്കൈ കാണിക്കുന്ന ക്ലിപ്സിൽ ഒരു ഗോൾഡൻ ഗ്ലോ പോലത്തെ ഒരു സംഭവം കണ്ടോ, ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ പക്ഷേ വീഡിയോക്ക് നല്ല ലുക്ക് കൊടുക്കുന്ന ഗ്ലോ ആണ്. ഞാൻ കാണിച്ചു തരാം. ഡിലീറ്റ് ആക്കുമ്പോൾ മനസ്സിലായോ? ഡിലീറ്റ് ആക്കി കഴിയുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. അൺഡു ചെയ്യുമ്പോൾ കണ്ടോ ഒരു ലുക്ക് തോന്നിക്കുന്നൊരു ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോയിൽ സിനിമാറ്റിക് ആക്കി റെഡിയാക്കാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ ട്യൂട്ടോറിയൽസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തിൻ്റെയൊക്കെ ട്യൂട്ടോറിയലാണ് വേണ്ടതെന്ന് വെച്ചാൽ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.